ലോകത്ത് തൊഴിൽ മേഖലയുടെ വളർച്ചാ നിരക്ക് നോക്കുമ്പോൾ കേവലം 4 മുതൽ 5 മാക്സിമം 6% വരെ മാത്രമാണ് വളർച്ചാ നിരക്ക് നമുക്ക് കാണാൻ കഴിയുക. എന്നാൽ നേരെ മറിച്ച് സൈബർ സെക്യൂരിറ്റിയുടെ മേഖലയിലേക്ക് കടന്നു വരുമ്പോൾ നമുക്കത് 31%, 29 മുതൽ 31% വരെ വാർഷിക വളർച്ചാ നിരക്ക് കാണാൻ കഴിയുന്ന ഒരു തൊഴിൽ മേഖലയാണ് സൈബർ സെക്യൂരിറ്റി. അപ്പോൾ സൈബർ സെക്യൂരിറ്റിയുടെ സാധ്യതകളിലേക്ക് നമ്മൾ ഒന്ന് എത്തി നോക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ഇനിയൊരു കാലഘട്ടത്തിൽ ഒഴിച്ചുകൂടാൻ കഴിയാത്തൊരു പഠന തൊഴിൽ മേഖലയായിരിക്കും സൈബർ സെക്യൂരിറ്റി. കാരണം മൊബൈൽ ഫോണായാലും കമ്പ്യൂട്ടറായാലും ടെലിവിഷനായാലും ബാങ്കിങ് സെക്ടറായാലും ഏത് മേഖല എടുത്താലും അവിടെയൊക്കെ ഇന്ന് ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് ആയാലും ഏത് മേഖല എടുത്താലും അവിടെയൊക്കെ ഇന്ന് സൈബർ ഇടങ്ങളാണ്. അപ്പോൾ ഇതിനെല്ലാം നമ്മൾ സൈബർ ഇടങ്ങളെന്നാണ് പറയുക. ആ സൈബർ ഇടങ്ങളിലൊക്കെ നുഴഞ്ഞുകയറ്റക്കാരുടെ അല്ലെങ്കിൽ അതിൽ മാൽവെയറുകളുടെ സ്വാധീനത്തിനുള്ള സാഹചര്യങ്ങളേറെയാണ്. അപ്പോൾ അതിനെ എങ്ങനെയാണ് നമുക്ക് നേരിടാൻ കഴിയുക? ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ സോഫ്റ്റ്വെയറിൻ്റെ സുരക്ഷ എത്രമാത്രം ഉണ്ട് എന്നെങ്ങനെയാണ് വിലയിരുത്താൻ കഴിയുക? ക്രൈം സീനുകളിൽ നിന്ന് ആ ക്രൈമിൻ്റെ വ്യാപ്തി കണ്ടെത്തുന്നതിന്, കുറ്റവാളികളെ കണ്ടെത്തുന്നതിന്, അന്വേഷകരെ സഹായിക്കുന്നതിന് എങ്ങനെയാണ് സാധിക്കുക? അപ്പോൾ ഇവിടെയൊക്കെ വലിയ വിപുലമായ സാധ്യതകളാണ് വരും കാലം. കാരണം എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ട് കഴിഞ്ഞു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തന്നെ ജനറേറ്റീവ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന ജെൻ AI നമ്മൾ പതുക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. സ്വയം പ്രോഗ്രാം ചെയ്യാൻ കഴിയുന്ന തരത്തിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്രോഗ്രാമിംഗ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ സുരക്ഷയെ അല്ലെങ്കിൽ അതിൻ്റെ ആക്യുറസിയെ ടെസ്റ്റ് ചെയ്യാനായിട്ട് എപ്പോഴും നമുക്ക് കഴിയണമെങ്കിൽ സൈബർ സെക്യൂരിറ്റി അവിടെ വലിയൊരു ക്രൂഷ്യൽ റോൾ പ്ലേ ചെയ്തേ പറ്റൂ. അപ്പോൾ ആ റോൾ പ്ലെയർ ആകാനായിട്ട് താല്പര്യമുള്ള, മികവുള്ള, കഠിനാധ്വാനികളായ, സ്മാർട്ടായിട്ടുള്ള, തിങ്കിങ് ചെയ്യാൻ കഴിയുള്ള, ചിന്തിക്കാൻ കഴിവുള്ള കുട്ടികൾക്ക് തീർച്ചയായിട്ടും ആ സാധ്യതകളെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയും. അത്തരത്തിലുള്ള സാധ്യതകളെ നമുക്ക് നല്ല രീതിയിൽ വിനിയോഗിച്ച് മുന്നോട്ട് പോയി ഒരു എത്തിക്കൽ ഹാക്കിംഗ് എന്ന് പറയുന്ന ഒരു തൊഴിൽ മേഖല തന്നെ വളരെ വിപുലമാണ്. കുട്ടികൾക്ക് പലപ്പോഴും ഹാക്കിംഗ് വളരെ താല്പര്യമുള്ളവരാണ്. കാരണം മറ്റുള്ളവരുടെ സ്വകാര്യതകളിൽ ഒളിഞ്ഞു നോക്കാൻ ഉള്ള ഒരു ടെൻഡൻസി ജനമനസ്സുകളിൽ എപ്പോഴും ഉണ്ട്. അത് പക്ഷേ ക്രൈമാണ്, കുറ്റകരമാണ്. നേരെ മറിച്ച് ബാങ്കുകളുടെ ഒരു പുതിയ സോഫ്റ്റ്വെയർ ആവിഷ്കരിച്ചു, അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം അവർ തയ്യാറാക്കി, ആ പ്രോഗ്രാമിലേക്ക് ആർക്കെങ്കിലും നുഴഞ്ഞു കയറാൻ കഴിയുമോ, അതിൽ എന്തൊക്കെ കള്ളത്തരങ്ങൾ കാണിക്കാൻ കഴിയും, എന്തെല്ലാം ക്രൈം അതിൽ അപ്ലൈ ചെയ്യാൻ കഴിയുമെന്നതിനെക്കുറിച്ച് കണ്ടെത്തുകയും അത് ബാങ്കിന് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന എത്തിക്കൽ ഹാക്കിംഗ് എന്ന മേഖല, നൈതികത ആവശ്യമുള്ള ഒരു ഹാക്കിംഗ് മേഖലയാണത്. അപ്പോൾ അവിടെ ലീഗലി അത് പെർമിറ്റഡ് ആണ്, അത് മുൻകൂർ അനുവാദം വാങ്ങിയിട്ടും ഒക്കെ നമുക്ക് ചെയ്യാൻ കഴിയുന്നൊരു മേഖലയാണ്. അപ്പോൾ അവിടെ നമുക്ക് അതൊരു തൊഴിൽ മേഖലയാണെങ്കിൽ അത് അനുവാദമില്ലാതെ ഒരാളുടെ സ്വകാര്യതയിലേക്ക്, ഒരാളുടെ സിസ്റ്റത്തിലേക്ക് കടന്നു കയറുന്നത് ഒരു വലിയ ക്രിമിനൽ ഒഫൻസ് കൂടിയാണ്. അപ്പോൾ ഈ രണ്ട് ആസ്പെക്റ്റിൽ വേണം നമ്മളെപ്പോഴും സൈബർ സെക്യൂരിറ്റിയെ കാണാൻ. സൈബർ സെക്യൂരിറ്റിയിൽ, ഹാക്കിങ്ങിൽ നമുക്ക് ഒരു തൊഴിൽ മേഖല എന്ന് പറയുന്നത് പ്രധാനമായിട്ടും IT പാർക്കുകളിൽ ആണ് ഏറെ വരിക. കാരണം ഏറ്റവും കൂടുതൽ പ്രോഗ്രാമിംഗ് നടത്തുന്നത് അവരാണ്, ഏറ്റവും കൂടുതൽ ഡെവലപ്പ് ചെയ്യുന്നത് അവരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ മികച്ച സാധ്യതകളുണ്ട്. നല്ല ഒരു ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെൻറ്റ് 0 ലെവലിൽ എന്നൊക്കെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ഹ്യൂമൻ എററിനെ മാക്സിമം ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന തരത്തിലേക്ക് ഒരു പ്രോഗ്രാമിനെ കൺവേർട്ട് ചെയ്യുന്നതിന് ഇവരുടെ റോള് വളരെ വിപുലമാണ്. അപ്പോൾ ഈ ഒരു എത്തിക്കൽ ഹാക്കിംഗ് എന്ന് പറയുന്ന മേഖല, അല്ലെങ്കിൽ സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്ന പഠന തൊഴിൽ മേഖലയിലേക്ക് കടന്നു ചെല്ലാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് അത്യാവശ്യം കമ്പ്യൂട്ടർ പ്രൊഫിഷ്യൻസി നിർബന്ധമാണ്. അതേപോലെ തന്നെ പ്രോഗ്രാമിങ്ങിലും കോഡിങ്ങിലും അനലിറ്റിക്കൽ സ്കില്ലും വളരെയധികം അപ്ലൈ ചെയ്യാൻ കഴിയുന്ന കുട്ടികളായിരിക്കണം. എങ്കിൽ മാത്രമേ അവിടെ നമുക്ക് നിലനിന്ന് പോകാനായിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളുടെ ഒരു ഹാക്ക് ചെയ്യപ്പെട്ട ഒരു വെബ്സൈറ്റ്, ആ വെബ്സൈറ്റിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള കാര്യങ്ങളെ നമുക്ക് വീണ്ടെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള മേഖലകൾ, നഷ്ടപ്പെട്ടു പോയ ഒരു ഡാറ്റ റിക്കവറി ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നത് യഥാർത്ഥത്തിൽ സൈബർ സെക്യൂരിറ്റി പഠിച്ച മികവുള്ള കുട്ടികളാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള തൊഴിൽ മേഖലയിലേക്ക് കടന്നു ചെല്ലുന്ന ഇത്തരത്തിലുള്ള കാൻഡിഡേറ്റ്സാണ്. അപ്പോൾ ആ ഒരു മികവോടെ പഠിച്ച് പുറത്തിറങ്ങാൻ കഴിയുന്ന ഒരു എഞ്ചിനീയറിംഗ് ബ്രാഞ്ചാണ്. ശരിക്കും അതിൽ BSc പ്രോഗ്രാമും BTech പ്രോഗ്രാമും അതുപോലെ തന്നെ ഡിപ്ലോമ പ്രോഗ്രാമും നമുക്ക് അവൈലബിൾ ആണ്. പല സ്ഥാപനങ്ങളും ചെറിയ ഷോർട്ട് ടേം പ്രോഗ്രാംസ് ഹാക്കിംഗ് എന്ന ആ വേർഡിനോടുള്ള കുട്ടികളുടെ താല്പര്യത്തെ വലിയ തോതിൽ ചൂഷണം ചെയ്യുന്ന ചെറിയ ഷോർട്ട് ടേം പ്രോഗ്രാമുകളുണ്ട്. അത്തരം പ്രോഗ്രാമുകൾ ചെയ്തിട്ട് നമ്മൾ ഒരു
ഒരു ഹാക്കിംഗ് നടത്തി അത് കുറ്റകരമാകുന്ന അവസ്ഥയിലേക്ക് പോകുന്നതിന് പകരം അതിനെ പ്രോപ്പറായിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ലെവലിലേക്ക് വരുന്നതിനും സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു പഠന തലത്തിലേക്ക് നമ്മുടെ ശൈലികളെയും രീതികളെയും മാറ്റുന്നതിനുമുള്ള ഒരു തയ്യാറെടുപ്പാണ് പ്രധാനമായിട്ടും കുട്ടികൾ നടത്തേണ്ടത്. അങ്ങനെയാണ് കരിയർ ബിൽഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഏറെക്കാലത്തേക്ക് ഈ മേഖലയിലുള്ള ആൾക്കാരുടെ എണ്ണം വളരെ ഷോർട്ടാണ്, ആവശ്യത്തിന് ആൾക്കാരില്ല. സൈബർ സെക്യൂരിറ്റി ആയിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ നല്ല തോതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കുന്നുണ്ട്. നമ്മൾ നോക്കിയാൽ അറിയാം, ഒരു 80% വരെയൊക്കെ ഈ സൈബർ സെക്യൂരിറ്റി മേഖലയിൽ കൂടുതലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്നതായിട്ട് നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ കാണാനായിട്ട് കഴിയും. കാരണം അത്രയധികം പ്രാധാന്യമുള്ള, അത്രയധികം സാധ്യതകളുള്ള ഒരു മേഖലയായിരിക്കും സൈബർ സെക്യൂരിറ്റി. വീട്ടിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് പോകുന്നു, അപ്പോൾ വീട്ടിൽ നിന്ന് തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ, വീടെത്തുന്നതിന് മുമ്പ് തന്നെ നമ്മൾ നമ്മുടെ വീട്ടിലുള്ള AC അത് ഓണായി ഇന്ന ഡിഗ്രി ചൂട് ക്രമീകരിക്കാൻ അല്ലെങ്കിൽ തണുപ്പ് ക്രമീകരിക്കാനൊക്കെ നിർദ്ദേശിക്കുന്ന, വരുമ്പോൾ തന്നെ നമ്മുടെ ഗേറ്റ് തുറക്കാൻ നമ്മൾ നിർദ്ദേശിക്കുന്ന, കാറിൽ കയറി ആ കാറിനോട് നമ്മൾ നിർദ്ദേശങ്ങൾ നൽകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെയാണ് ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് എന്ന പഠന മേഖലയിൽ വരിക. അതൊരു പ്രത്യേക പഠന മേഖലയാണ്. അപ്പോൾ ഈ ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് ആപ്ലിക്കേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ നൽകുന്ന കമാൻഡ്, ആ കമാൻഡ് വോയിസ് കമാൻഡ് റെക്കഗ്നൈസ് ചെയ്യാനും അതിനെ പ്രോപ്പറായിട്ട് അപ്ലൈ ചെയ്തുകൊണ്ട് വേണ്ട രീതിയിൽ പ്രവർത്തിക്കാനും കഴിയണം. അതിന് പറ്റിയില്ല എങ്കിൽ അവിടെ ഒരു പക്ഷേ അപകടമോ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മൾ മിനിമൈസ്ഡ് യൂസാണ്. കാറിലൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മൾ കാറിനോട് നമ്മൾ മെഷീൻ ഓൺ ചെയ്യാൻ പറയുമ്പോൾ, അല്ലെങ്കിൽ കാർ ഓൺ ചെയ്യാൻ പറയുമ്പോൾ കാർ അതിനെ വേറൊരു രീതിയിൽ അർത്ഥത്തിലാണ് എടുക്കുന്നതെങ്കിൽ അവിടെ മിസ്ഗൈഡ് ചെയ്യപ്പെട്ടു, മിസ്ലീഡ് ചെയ്യപ്പെട്ടു, അവിടെ അപകട സാധ്യതകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അപകട സാധ്യതകൾ ഏറെയുള്ളൊരു മേഖലയാണ് ഈ പറയുന്ന ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഫേസ് റെക്കഗ്നൈസേഷൻ, അതുപോലെ തന്നെ വോയിസ് റെക്കഗ്നൈസേഷൻ ഒക്കെ അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെയൊക്കെ ഷുവറിറ്റി, ഈ പറയുന്നത് തമ്മിൽ മാച്ച് ആവുന്നുണ്ടോ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ മാച്ചിങ് കണ്ടെത്തുന്നതിനും അത് അപ്ലൈ ചെയ്യുന്നതിനും നമുക്ക് കഴിയണമെങ്കിൽ തീർച്ചയായിട്ടും അവിടെ മാൽ പ്രാക്ടീസസ് ഉണ്ടാവാതെ, അതിൽ എറർ ഉണ്ടാവാതെ സൂക്ഷിക്കുന്നതിന് ഇത്തരത്തിലുള്ള സൈബർ സെക്യൂരിറ്റി പഠിച്ചിട്ടുള്ള ആൾക്കാരുടെ സേവനം വളരെ അനിവാര്യമാണ്. അപ്പോൾ അത് IT പാർക്കുകൾ മാത്രമല്ല, ബാങ്കുകൾ, പോലീസ് സേനകൾ, അതുപോലെ തന്നെ നമ്മുടെ ഡിഫൻസ് സെക്ടേഴ്സ്. നമ്മുടെ ഡിഫൻസ് സെക്ടറിലൊക്കെ നമുക്കൊരു വലിയ സൈബർ ആർമി തന്നെയുണ്ട്. ആ സൈബർ ആർമിയിലൊക്കെ വലിയ തോതിലുള്ള ഒരു ഡിമാൻഡ് ഈ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും നിലവിലുണ്ട്. ഇനി വരും കാലഘട്ടത്തിൽ ഇത് കൂടാൻ പോകുന്നു. കാരണം ഈ റോബോട്ടിക് എഞ്ചിനീയറിങ്ങിൻ്റെയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും മെഷീൻ ലേണിങ്ങിൻ്റെയും ഡേറ്റാ സയൻസിൻ്റെയും ഓഗ്മെൻറ്റ് റിയാലിറ്റിയുടെയും വെർച്വൽ റിയാലിറ്റിയുടെയും ഇൻ്റർനെറ്റ് ഓഫ് തിങ്സിൻ്റെയും ഓട്ടോമേഷൻ്റെയും ഒക്കെ ഒരു ലോകമാണ് ഇനി നമ്മുടെ മുന്നിലേക്ക് വരാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ലോകത്തിൽ, അതുപോലെ 3D പ്രിൻറ്റിങ്, കൺസ്ട്രക്ഷൻ മേഖലയിൽ അപ്ലൈ ചെയ്യാൻ പോകുന്ന 3D പ്രിൻറ്റിങ്, അപ്പോൾ ഈ മേഖലയിലേക്കൊക്കെ നമ്മുടെ കുട്ടികൾ, നമ്മുടെ തൊഴിൽ മേഖലയിലേക്ക് കുട്ടികൾ ഏറെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ ഇതെല്ലാം ഫങ്ഷൻ ചെയ്യുന്നത് പ്രോഗ്രാമിങ്ങിലൂടെയാണ്. അപ്പോൾ ഈ പ്രോഗ്രാമിങ്ങിൻ്റെ വിശ്വാസ്യത, അതിൻ്റെ ആക്യുറസി നിശ്ചയിക്കപ്പെടുക എന്നുള്ളത് മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണെന്ന് മാത്രമല്ല, കാലികമായിട്ട് ഇതിന് അപ്ഡേഷൻ ഉണ്ടാവണം. ആ അപ്ഡേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാമിങ്ങുകൾ കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്യാനും കഴിയണം. അപ്പോൾ അങ്ങനെയുള്ള ഒരു മികച്ച തൊഴിൽ സാധ്യത, കാരണം നമുക്കറിയാം ഈ ഒരു 1990-കൾ മുതൽ ഇങ്ങോട്ട് കമ്പ്യൂട്ടറൈസേഷൻ്റെ ലോകമായിരുന്നുവെങ്കിൽ ഇന്ന് അത് മാറിയിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും മെഷീൻ ലേണിങ്ങിൻ്റെയും ഒക്കെ ഒരു പുത്തൻ ലോകം വരുമ്പോൾ അവിടെ പ്രോഗ്രാമിങ്ങിൽ വലിയ തോതിൽ, അപ്പോൾ പ്രോഗ്രാം ടെസ്റ്റർ, റിസ്ക് മാനേജ്മെൻറ്റ് പോലുള്ള മേഖലകളിലൊക്കെ വലിയ തോതിൽ ഇവരുടെ ഒരു സാന്നിധ്യം ഇനിയുള്ള കാലത്ത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നമുക്ക് സൈബർ സെക്യൂരിറ്റി ഒരിക്കലും ഇനിയുള്ള കാലഘട്ടത്തിൽ ഒഴിവാക്കാനാവാത്ത ഏതൊരു സ്ഥാപനത്തിനും മസ്റ്റായിട്ട് അവരുടെ സേവനങ്ങൾ ഉപയോഗപ്പെടുത്താൻ കഴിയാത്ത തരത്തിലേക്ക് നമ്മളുടെ തൊഴിൽ മേഖല മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ടെക്നോളജിയുടെ മേഖലയിലുള്ള വലിയ മാറ്റങ്ങളെ വലിയ തോതിൽ നമുക്ക് കണ്ടെത്താനും അതിനെ നമ്മളുടെ കൈപ്പിടിയിലേക്ക് ഒതുക്കിക്കൊണ്ട് നമ്മളുടെ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള മികച്ച ഒരു തൊഴിൽ മേഖലയിലേക്ക് നമുക്ക് കടന്നു ചെല്ലാനും കഴിയും. ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് എടുത്തു കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെൻറ്റ് ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ കഴിയും. കാരണം 10 പേർക്ക് ജോലി കൊടുക്കാൻ ഉണ്ട് എങ്കിൽ, 10 പേർക്കുള്ള ജോലി ഉണ്ടെങ്കിൽ ആ ജോലി ചെയ്യാൻ 100 പേര് സജ്ജരായിട്ട് വരുമ്പോൾ ഈ 100 പേരുടെ ഇടയിലേക്ക് 10 പേരുടെ ജോലി അങ്ങോട്ട് ഡിവൈഡ് ചെയ്തു പോകും. അപ്പോൾ ഈ 10 പേർക്കുള്ള ശമ്പളം തന്നെയാണ് 100 പേർക്കും ഡിവൈഡ് ചെയ്ത് പോവുക. നേരെ മറിച്ച് അത് 5 പേരേ ഉള്ളെങ്കിൽ 5 പേർ 10 പേരുടെ ജോലി ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാകുമ്പോൾ 10 പേർക്ക് കൊടുക്കുന്ന സാലറി ഈ 5 പേർക്കായിട്ട് വീതം വെച്ച് പോകുന്ന അവസ്ഥ.
മാർക്കറ്റിൽ തൊഴിലാളികളുടെ ഡിമാൻഡ് കൂടുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സാഹചര്യമാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഇപ്പോൾ സൈബർ സെക്യൂരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ നമുക്ക് കാണാൻ കഴിയുക. ആവശ്യത്തിന് ആൾക്കാരില്ല. അപ്പോൾ ആ ഒരു മേഖലയിലേക്ക് വരും കാലഘട്ടത്തിൽ BSc പ്രോഗ്രാമോ BTech പ്രോഗ്രാമോ അല്ലെങ്കിൽ പോളിടെക്നിക് ഡിപ്ലോമയോ ഒക്കെ എടുത്തിട്ട് നമ്മുടെ കുട്ടികൾക്ക് കടന്നു ചെല്ലാൻ കഴിയും. ആ സാധ്യതകളെ പ്രോപ്പറായിട്ട് ഉപയോഗപ്പെടുത്താൻ കഴിയും. അവരുടെ മുമ്പിലുള്ള വലിയ വിശാലമായൊരു ലോകത്തേക്ക്, അതായത് തൊഴിൽ മേഖലയുടെ വിശാലമായൊരു ലോകത്തെ അവർക്ക് പ്രോപ്പറായിട്ട് കണ്ടെത്താൻ കഴിയും. അവിടെ അവർക്ക് പ്രൊമോഷൻ, അതായത് കൂടുതൽ ഒരു 3 മേഖലകളായിട്ട് നമുക്കിതിൻ്റെ ലെവലിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. എൻട്രി ലെവൽ, അതുപോലെ തന്നെ മിഡിൽ ലെവൽ, അതുപോലെ തന്നെ ഒരു ഹയർ ലെവൽ. അങ്ങനെ 3 മേഖലകളായിട്ട് നമുക്കിതിനെ ഡിവൈഡ് ചെയ്യാൻ കഴിയും. അപ്പോൾ എക്സ്പീരിയൻസ് കൂടുന്നതിനനുസരിച്ച് മികച്ച റെമ്യൂണറേഷൻ കിട്ടുന്ന, മികച്ച പൊട്ടൻഷ്യൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ കഴിയുന്ന തലത്തിൽ സാധ്യതകളുടെ ഒരു വലിയ പുതിയ ലോകമാണ് സൈബർ സെക്യൂരിറ്റി നമുക്ക് മുമ്പിൽ തുറന്നു വച്ചിരിക്കുന്നത്.